ഈ പയ്യൻ മഴയത്ത് കരഞ്ഞോണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു കറുത്ത നോട്ട്ബുക്ക് താഴെ വന്ന് വീഴും. ഇവൻ നോക്കുമ്പോൾ വിചിത്രമായിട്ട് ആ നോട്ട്ബുക്കിന് ചുറ്റും മാത്രം മഴ പെയ്യണില്ല. ഇത് കണ്ട് ഇവൻ ആ നോട്ട്ബുക്കിന്റെ സീക്രട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തോണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. ആ ബുക്കിന്റെ കവറിൽ തന്നെ ഡെത്ത് നോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പയ്യൻ എന്നിട്ട് ആ ബുക്ക് തുറന്ന് വായിക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ കണ്ട് ഞെട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ബുക്കല്ല, ഇതൊരു അപകടം പിടിച്ച വിചിത്ര ബുക്കാണ്. ഈ ബുക്കിൽ ആരുടെ പേരെഴുതിയാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആളുടെ മരണം നടക്കും. ഇതൊക്കെ വായിച്ചിട്ട് ഈ പയ്യൻ ആദ്യം ഒന്നും വിശ്വാസം വരണില്ല. ഇവൻ ഇതൊക്കെ ആൾക്കാരെ കളിപ്പിക്കാനായിരിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷെ ഇവനിത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ ഏതെങ്കിലും ശത്രുവിന്റെ പേര് ഈ ബുക്കിൽ എഴുതി നോക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവൻ TV ന്യൂസിൽ ഒരു വലിയ കുറ്റവാളി ജയിൽ ചാടി പോലീസുകാരൊക്കെ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാന്നുള്ള ന്യൂസ് കാണും. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ പയ്യൻ ആ കുറ്റവാളിയുടെ പേര് തന്നെ ബുക്കിൽ എഴുതാന്ന് തീരുമാനിക്കും. ഇവൻ എന്നിട്ട് ആ കുറ്റവാളിയുടെ പേര് ഡെത്ത് നോട്ടിൽ എഴുതി വെക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ ആ ബുക്ക് അടച്ച് പോയി കിടന്നുറങ്ങും. പക്ഷെ പിറ്റേ ദിവസം ഇവൻ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ആ കുറ്റവാളി വിചിത്രമായ രീതിയിൽ മരിച്ചുപോയെന്നുള്ള ന്യൂസാണ് കാണുന്നത്. ഈ ന്യൂസ് കണ്ടിട്ട് ഇവൻ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇവൻ അവന്റെ കയ്യിലുള്ള ഡെത്ത് നോട്ട് കാരണമാണോ അയാളുടെ മരണം സംഭവിച്ചതെന്നൊക്കെ ആലോചിക്കാണ്. ഇവൻ ഈ ബുക്കിൽ വല്ല സത്യമുണ്ടോ അതോ കുറ്റവാളിയുടെ മരണം ഒരു കോയിൻസിഡൻസ് മാത്രമാണോ എന്നൊരു എത്തിയും പിടിയും കിട്ടണില്ല. ഇവൻ അവന്റെ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് രാത്രിയിൽ ആ ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഗാങ്സ്റ്ററിന്റെ അടുത്തെത്തി ആ ഗാങ്സ്റ്ററിന്റെ പേര് നോട്ട്ബുക്കിൽ എഴുതും. ഇവൻ ആ പേര് എഴുതി ഉടനെ തന്നെ നമ്മുടെ പയ്യന്റെ മുമ്പിൽ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നിന്ന ഗാങ്സ്റ്ററിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീഴും. ഇത് കണ്ട ഉടനെ തന്നെ ഇവൻ ആ ഡെത്ത് നോട്ട് സത്യമാണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് പോണ വഴിക്ക് പെട്ടെന്ന് ഇവന്റെ മുമ്പിൽ മരണത്തിന്റെ ദേവത പ്രത്യക്ഷപ്പെടാണ്. മരണദേവനെ കണ്ടിട്ട് നമ്മുടെ പയ്യൻ പേടിച്ചു വിറയ്ക്കും. പക്ഷെ മരണദേവത ഇവൻ ഒന്നും ചെയ്യണില്ല. സത്യത്തിൽ ആ നോട്ട്ബുക്ക് മരണദേവതയുടെയാണ്. എന്നിട്ട് മരണദേവത അവനോട് ഇവന്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ നോട്ട്ബുക്ക് വെച്ച് നടത്താൻ പറ്റുമെന്ന് പറയും. അന്ന് തൊട്ട് ഈ പയ്യൻ നാട്ടിൽ സൂപ്പർ ഹീറോ ആയിട്ട് അവിടുത്തെ എല്ലാ കുറ്റവാളികളുടെയും പേര് ആ ഡെത്ത് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് എല്ലാ കുറ്റവാളികളെയും കൊല്ലാണ്. മരിച്ച എല്ലാവരും കുറ്റവാളികളാണെങ്കിലും അടുത്തടുത്തായിട്ട് നിറയെ കുറ്റവാളികൾ മരിക്കണം കണ്ട് സംശയം തോന്നിയ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പയ്യൻ ബസ്സിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുണ്ട വന്ന് അവൻ പോയിക്കൊണ്ടിരുന്ന ബസ് ഹൈജാക്ക് ചെയ്യും. ഈ ഗുണ്ടയെ കാണുമ്പോൾ തന്നെ ഇന്നലെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കുറ്റവാളിയാണെന്ന് പയ്യന് മനസ്സിലാവും. അവൻ ആരും കാണാണ്ട് ഡെത്ത് നോട്ടിൽ ഒരു പേജ് എടുത്തിട്ട് അതിൽ ഈ കുറ്റവാളിയുടെ പേരെഴുതാണ്. ഇതേ ടൈമിൽ തന്നെ ആ കുറ്റവാളി അവന്റെ തലയിൽ തോക്ക് ചൂണ്ടും. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ മരണദേവത പ്രത്യക്ഷപ്പെടാണ്.